ഏകദേശം എഡ്യൂക്കേഷനൊക്കെ കഴിയുന്ന ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കരിയർ ഇനി നമ്മൾ തിരഞ്ഞെടുക്കും. ഏത് കരിയറിലോട്ട് പോയാലാണ് നമുക്ക് വിജയം ഉണ്ടാവുക. നമ്മളൊരു നല്ല നിലയിൽ എത്തിപ്പെടണമെങ്കിൽ ഏത് കരിയർ നമ്മൾ ചൂസ് ചെയ്യണം. പല ആൾക്കാരെയും നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കരിയർ തിരഞ്ഞെടുക്കും, എന്നതിന് ശേഷം അത് കുറേ കാലം അങ്ങോട്ട് പോയതിന് ശേഷം അവർ ചിന്തിക്കുന്ന കാര്യമാണ്, എൻ്റെ ഈ കരിയർ ഓപ്ഷൻ തെറ്റായിരുന്നു, ഞാൻ എടുക്കാൻ പാടില്ലാത്ത ഒരു കരിയറാണ് തിരഞ്ഞെടുത്തത്, അതിൻ്റെ അനന്തരഫലമാണ് ഇപ്പം ഞാൻ അനുഭവിക്കുന്നത്. ഒരുപാട് കാലം കടന്നുപോയി, ഇനി എനിക്കൊരു കരിയർ ചേഞ്ച് എന്ന് പറയുന്നത് അനുയോജ്യമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം എൻ്റെ പ്രായം ഇന്നിപ്പോൾ അതിന് അനുവദിക്കുന്നില്ല, ജീവിത സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല, കുടുംബം പ്രാരാബ്ധങ്ങൾ ഇന്ന് അതിന് അനുവദിക്കുന്നില്ല. സോ കിട്ടുന്ന വരുമാനത്തിൽ നമുക്ക് ഉറച്ചു നിന്നേ പറ്റൂ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്, ഒരു നിവൃത്തികേടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു നല്ല കരിയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. അതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണ്, ആ കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു മേഖലയ്ക്ക് ഇറങ്ങുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ആ മേഖല നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു മേഖലയാണോ അല്ലയോ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ഒരുപാട് മേഖലകൾ പരീക്ഷണങ്ങൾ നടത്തേണ്ടി വരും. അതായത് ഓരോരോ മേഖലകളിലേക്ക് നിങ്ങൾ ഇറങ്ങേണ്ടി വരും. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു മേഖലയാണോ. ഇപ്പോൾ നിങ്ങളുടെ പാരൻസ് നിങ്ങളെ ചിലപ്പോൾ ഒരു വക്കീലാക്കണം എന്നായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഡോക്ടറാക്കണം എന്നുള്ളതായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങളുടെ ഇഷ്ടം എന്തായിരിക്കും? നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്കൊരു പാട്ടുകാരനാകണം എന്നായിരിക്കും, ഒരു പെയിൻറ്റർ ആകണം എന്നായിരിക്കും, ഒരു ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫറോ ആകണം എന്നായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇവിടെ തമ്മിൽ ഒരു ക്ലാഷ് വരുന്നുണ്ട്. സോ പിന്നെന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? അവർ പറയണത് കേൾക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞ ഓപ്ഷൻസ് ആണെങ്കിൽ ശരി, അതും വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, ആ ഒരു മേഖലയോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്, ആ മേഖലയിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ അതിലൊരു മിടുക്ക് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഈ മേഖല എനിക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഈ മേഖല എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. സോ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത്, ഒരുപാട് മേഖലകളിലേക്ക് നമ്മൾ കൈകുത്തണം. ഫസ്റ്റ് അതിനെന്ത് വേണം? നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് സെലക്ട് ചെയ്യുക. ഒരു 4-5-6 ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിൽ. ഇതിലേതാണ് എൻ്റെ പാഷൻ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. സോ അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോന്നും പരീക്ഷണങ്ങൾ നടത്തി നോക്കേണ്ടി വരും. അപ്പോൾ ഏതാണ് എനിക്ക് മെച്ചം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കണം. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ പാഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് കൂടിയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം നമുക്കത് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ അതിനൊരു പർപ്പസ് കൂടി ഉണ്ടായിരിക്കണം. നമ്മൾ ചുമ്മാ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ ചെയ്യല്ല, അത് ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ട്, നേട്ടമുണ്ട്, മെച്ചമുണ്ട്, മാനസികമായിട്ടും അല്ലെങ്കിൽ ഫിനാൻഷ്യലിയും നമുക്കതുകൊണ്ട് ഗുണമുണ്ട്. സോ അങ്ങനത്തെ ഒരു സാധനം വേണം നമ്മൾ എടുക്കാൻ. എനിക്ക് നല്ല ഇഷ്ടമാണ്, എൻ്റെ ഒരു പാഷനാണ് എനിക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. എനിക്ക് ഒരു ഒറ്റ ക്ലയൻസിനെ കിട്ടുന്നില്ല, ഒറ്റ കസ്റ്റമറിനെ എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് റവന്യൂ ഇല്ലാതെ വരുന്ന സമയത്ത് എനിക്ക് ഈ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകേണ്ടി വരും വരുമാനം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും വരുമാനം ഉണ്ടാക്കാൻ. ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ കരിയർ ഒരിക്കലും ഈ ഫോട്ടോഗ്രാഫി ആയിരിക്കില്ല. കാരണം ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും എൻ്റെ കരിയർ. സോ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റബിൾ ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുന്ന എന്ത് പാഷനാണോ നിങ്ങൾക്കുള്ളത് അതായിരിക്കണം നിങ്ങളുടെ കരിയർ. അത് മാത്രമായിരിക്കണം നിങ്ങളുടെ കരിയർ. അതല്ലാതെ ഓരോ ഓപ്ഷൻസും നിങ്ങൾക്ക് മാച്ച് ആവുന്നതല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഓരോ മേഖലകളിലേക്ക് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മേഖലകൾ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ ഒന്ന് പരീക്ഷണം നടത്തി നോക്കാം, ഇതാണോ എൻ്റെ മേഖല എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ഒരു കേസിലേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും, ഇതെൻ്റെ വേണമെങ്കിൽ 2ാമത്തെയോ 3ാമത്തെയോ ചാനലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ചാനലിൽ തന്നെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കറിയാം, ഇതിന് മുമ്പുള്ളൊരു ചാനലുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്കുള്ള സബ്സ്ക്രൈബേഴ്സ് ഏകദേശം അറിയാൻ പറ്റും. ഒരു 1.25 ലക്ഷത്തിൻ്റെ ആ ഒരു റേഞ്ചിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്? ക്ലാസ് എടുക്കുക, ആളുകൾക്ക് അറിവുകൾ പകർന്നു കൊടുക്കുക, അതാണ് എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു പർപ്പസ് എന്നുള്ളതാണ് ഞാൻ തിരിച്ചറിയുന്നത്. സോ ഇതിന് ഒരുപാട് മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു യൂട്യൂബിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ അനേകം മേഖലകൾ ട്രൈ ചെയ്തതാണ്. അതിനകത്തുള്ള 1-2 മേഖലകൾ ഇപ്പോഴും ഞാൻ നിലനിർത്തുന്നുണ്ട്, ഇല്ല എന്നുള്ളതല്ല. എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് അത് ഞാൻ നിലനിർത്തുന്നുണ്ടെങ്കിൽ പോലും ഇതും എൻ്റെ ഒരു പാഷനായിട്ട് മാറിയിരിക്കുകയാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസ് എടുക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരുപാട് നിങ്ങൾ കടന്നു പോകേണ്ടി വരും.
ഒരുപാട് മേഖലകൾ പരീക്ഷണം നടത്തി തിരസ്കരിച്ച് ഒഴിവാക്കി റിജക്റ്റ് ചെയ്തിട്ട് പുതിയ മേഖലകൾ പരീക്ഷിച്ച് അതിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ മേഖല. അങ്ങനെയാണ് നിങ്ങൾ കരിയർ ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ വീട്ടുകാർ പറയുന്നു അതിന് പോയാൽ നന്നായിരിക്കും, മറ്റേവർ പറയുന്നു അതിന് പോയാൽ നന്നായിരിക്കും, ആ ക്ലാസ് അത് പൊളിയായിരിക്കും, അതിന് നല്ല ശമ്പളം കിട്ടും, ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് അതിനകത്ത് എക്സൽ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം നിങ്ങളുടെ ടേസ്റ്റുമായിട്ട് അത് കണക്റ്റ് ആവണമെന്നില്ല, നിങ്ങൾക്കത് കോമ്പറ്റബിൾ ആകണം എന്നില്ല. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് ട്രൈ ചെയ്തതിന് ശേഷം മാത്രം കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചത് പ്രോഫിറ്റബിൾ കൂടി ആയിരിക്കണം, അത് നിങ്ങളുടെ പാഷൻ ആയിരിക്കണം, അതിനൊരു പർപ്പസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം.